ശിവപാർവതി പ്രണയം ഹൈന്ദവ പുരാണങ്ങളിലെ ഏറ്റവും മനോഹരവും അർത്ഥവത്തവുമായ ഒന്നാണ്. ഇത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആകർഷണമല്ല, മറിച്ച് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദക്ഷയാഗത്തിൽ ആത്മാഹുതി ചെയ്ത സതീദേവി തൻ്റെ അടുത്ത ജന്മത്തിൽ ഹിമവാന്റെയും മേനകയുടെയും മകളായി പാർവതി എന്ന പേരിൽ ജനിച്ചു. കുട്ടിക്കാലം മുതലേ ശിവനായിരുന്നു പാർവതിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ശിവൻ അക്കാലത്ത് സതിയുടെ വേർപാടിൽ ദുഃഖിതനായി ഘോരമായ തപസ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ പാർവതി കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ വെടിഞ്ഞ് കാട്ടിൽ പോയി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. വെയിലും മഴയും സഹിച്ച് ആഹാരം പോലും ഉപേക്ഷിച്ചുള്ള ആ തപസ്സിനെ തുടർന്നാണ് ദേവിക്ക് അപർണ എന്ന പേര് ലഭിച്ചത്. ദേവന്മാർ കാമദേവനെ അയച്ച് ശിവന്റെ തപസ് ഇളക്കാൻ ശ്രമിച്ചെങ്കിലും കോപിഷ്ഠനായ ശിവൻ തൻ്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ദഹിപ്പിച്ചു. എന്നാൽ പാർവതിയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ഒടുവിൽ മഹാദേവൻ മനസ്സ് തുറന്നു. ശിവൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ പാർവതിയുടെ അടുത്തെത്തി ശിവനെ നിന്ദിച്ചു സംസാരിച്ചു. എന്നാൽ തൻ്റെ പ്രിയതമനെ പറ്റിയുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തയ്യാറാകാതെ പാർവതി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങി. ദേവിയുടെ ഈ അചഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായ ശിവൻ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുകയും പാർവതിയെ സ്വീകരിക്കുകയും ചെയ്തു. ശിവനും പാർവതിയും ഒന്നാണെന്നും ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ലെന്നും ഈ പ്രണയം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. യഥാർത്ഥ പ്രണയം നേടാൻ ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമാണെന്ന് പാർവതിയുടെ തപസ് നമ്മെ പഠിപ്പിക്കുന്നു. പുരാണങ്ങളിലെ ഏറ്റവും ഐശ്വര്യപൂർണമായ വിവാഹമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹിമാലയ സാനുക്കളിൽ വെച്ചാണ് വിവാഹം നടന്നത്.